എന്റെ ബ്രദർ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു സ്കൂട്ടർ നിന്ന് വാങ്ങിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പരിപാടികളെല്ലാം വെള്ളത്തിലാവും. R15 ഗിയർ പെഡലിൽ വരുന്ന ആ ഒരു പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബെയറിംഗ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്ററുള്ള R15 അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്താണെന്നുള്ള കാര്യം. എന്റെ ബൈക്ക് ആക്ച്വലി എം വേരിയന്റ് ആണ്, ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന മോഡലാണ് സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പോൾ എന്റെ ബൈക്ക് ഞാൻ എന്തായാലും ആ ഒരു ഗിയർ പെഡൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വരും വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. മെയിനായിട്ട് ഞാൻ അത് അന്ന് ചെയ്യാതെ മാറ്റി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈക്ക് ഏകദേശം ഒരു പീരിയോഡിക് സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ബൈക്ക് എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചക്കുവിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ബ്രദർ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു സ്കൂട്ടർ നിന്ന് വാങ്ങിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പരിപാടികളെല്ലാം വെള്ളത്തിലാവും. എല്ലായിടത്തും ബസ് കയറി പോകുന്ന കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ പരിപാടികളെല്ലാം ഇതിനാണ്. ബൈക്ക് എന്തായാലും ഒരു 2-3 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. സോ ബൈക്കിൽ മെയിൻലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫ്ലൂയിഡ് എല്ലാം മാറ്റുന്നുണ്ട്, ഓയില്, കൂളന്റ്, അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാം മാറ്റുന്നുണ്ട്, ഓസ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കേബിൾസിന്റെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പ്രശ്നമാണെങ്കിൽ അത് മാറ്റും. എയർ ഫിൽറ്റർ ചേഞ്ച് ഉണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കാൻ, മാറ്റുകയാണെങ്കിൽ മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബെയറിങ്സ് എല്ലാം ഗ്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ ഗ്രീസ് ചെയ്തതാണ് കുറച്ച് നാൾ മുമ്പ്, ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒഴിച്ച് ബാക്കി നമ്മുടെ വീൽ ബെയറിങ്, അതുപോലെ തന്നെ സിംഗാം ബെയറിങ്, നമ്മുടെ റെയർ സസ്പെൻഷൻ ലിങ്കേജസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾ ടുഗെദർ ഫുൾ ഒന്ന് ചെക്കപ്പ് ചെയ്ത് ബാക്കി എന്തൊക്കെ പരിപാടികളുണ്ടോ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് കംപ്ലീറ്റ്, നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് കംപ്ലീറ്റ് ഫ്രണ്ട് ഏരിയ കുറച്ച് റസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പെയിന്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പെയിന്റ് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം SPH നിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോ ഇവിടെ വെച്ചേക്കാം. ഈ ഒരു പെയിന്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ, നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു. ഇന്നത്തെ മെയിൻ പരിപാടി നമ്മൾ നേരെ ചക്കുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് ബൈക്കിന്റെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും അവന്റെ വീട്ടിൽ നിന്നിട്ട് ഗൈസ് അങ്ങനെ ഫൈനലി ഞാനിവിടെ എത്തി. നമ്മുടെ ബൈക്കിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം തന്നെ ഇതിൻ്റെ വാൾ ക്ലിയറൻസ് പരിപാടികളൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വഴിയെ പറയാം. ഈ ബൈക്കിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് മിസ് ചെയ്യാതെ കാണുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.